എൻ പ്രശാന്ത് IAS-നെതിരെ കുറ്റാരോപണ മെമ്മോ. ഉന്നത ഉദ്യോഗസ്ഥനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയതിനാണ് മെമ്മോ നൽകിയത്. സസ്പെൻഷന് ശേഷവും മാധ്യമങ്ങളിൽ അഭിമുഖം നൽകി സർവീസ് ചട്ടലംഘനം തുടർന്നുവെന്നും ചീഫ് സെക്രട്ടറി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ മെമ്മോയിൽ എന്തൊക്കെ കുറ്റാരോപണങ്ങളാണ് പറയുന്നത്? രോഹിണി, കൃഷി വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയായി സസ്പെൻഷൻ കഴിയുന്ന എൻ പ്രശാന്തിനെതിരെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി വീണ്ടും കുറ്റാരോപിതനായിട്ടുള്ള മെമ്മോ നൽകിയിട്ടുള്ളത്. സസ്പെൻഷന് ശേഷവും എൻ പ്രശാന്ത് മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പ്രചരണം നടത്തി. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് തുടരെ ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പ്രചരണങ്ങൾ നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ സസ്പെൻഷനിൽ കഴിയുന്ന സമയത്തും കുറ്റാരോപിതനായതിനു ശേഷവും ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അഭിമുഖം നൽകി തുടങ്ങിയ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മെമ്മോ നൽകിയിട്ടുള്ളത്. സർവീസ് ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ കണ്ടെത്തൽ. എൻ പ്രശാന്ത്, അതായത് ഉന്നതിയിലെ ഫയൽ മിസ്സായതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ വിവാദം അവസാനം ധനവകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ധനവകുപ്പിലെ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ജയതിലകിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ എൻ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു. അതേ തുടർന്ന് എൻ പ്രശാന്തിനെ ചീഫ് സെക്രട്ടറി തലത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം സസ്പെൻഷൻ നൽകുകയായിരുന്നു. സസ്പെൻഷനിൽ ഇരിക്കുന്ന സമയത്തും ഇത്തരത്തിൽ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ സർക്കാർ ചീഫ് സെക്രട്ടറി തലത്തിലുള്ളവരെ, ഉന്നത ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ എഴുതുകയും ചെയ്തു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും എൻ പ്രശാന്ത് ട്രിബ്യൂണലിനെ കാണാനിരിക്കുന്ന ഈ വേളയിലാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്തിനിടയിലാണ് ഇപ്പോൾ വീണ്ടും പ്രശാന്ത് ഇത്തരത്തിലുള്ള സർവീസ് ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കുറ്റാരോപണ മെമ്മോ നൽകിയിട്ടുള്ളത്. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.